ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. എനിക്ക് എങ്ങനെ ഇത് ഏറ്റവും ഫേവറേറ്റ് ആയെന്ന് പറയാം. എനിക്ക് ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. നിങ്ങളുടെ ഫേസൊക്കെ ഭയങ്കര ടാനാണ്, ഭയങ്കര ഡള്ളായിട്ടൊക്കെ ഇരിക്കുകയാണ്, നിങ്ങൾ ഒന്നും റെമഡീസ് ഒന്നും ഇങ്ങനെ ഹോം റെമഡീസ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു 800 അല്ലെങ്കിൽ 1000 രൂപ മുടക്കിയിട്ട് ഒരു ഫേഷ്യൽ ചെയ്യാൻ മടിയാണെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, ഇതൊന്ന് ചെയ്തു നോക്കൂ. നല്ല റിസൾട്ടാണ്. പിന്നെ നമ്മുടെ ഹോം റെമഡീസാണ്. നമ്മൾ ഒരു ദിവസം ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും, പക്ഷേ നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പാക്ക് ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിടാവേ. അപ്പോൾ ഗായ്സ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് നല്ല കട്ട തൈര് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഫേസിൽ ക്ലെൻസിങ്ങിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന അതേ സ്റ്റെപ്പാണ് നമ്മളിവിടെ ഫോളോ ചെയ്യണത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടും. നമ്മൾ ആദ്യം എടുക്കുന്ന ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. കട്ട തൈരാണ് ഞാൻ ഈ പറഞ്ഞ പോലെ, അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലെടുക്കാൻ ഇങ്ങനെ പറ്റും. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തൈരായതുകൊണ്ട് നല്ല സുഖമുണ്ട് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്തപ്പം. ഫേസിൽ എന്തെങ്കിലും ഇടുന്നതിന് മുന്നേ നമ്മൾ മസ്റ്റായിട്ടും ഫേസ് ക്ലീൻ ചെയ്തിരിക്കണം. ഫേസ് വാഷ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൈൽഡ് ക്ലെൻസർ കൊണ്ടോ ചെയ്യാം. ഇല്ല നിങ്ങൾ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും ഡബിൾ ക്ലെൻസിങ് ചെയ്യണം കേട്ടോ. ഞാനിത് കണ്ണിൻ്റെ മുകളിലും നമ്മുടെ ഫേസിലും നെക്കിൻ്റെ പോർഷനിലും മസ്റ്റായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യണേ. ജെൻറ്റിലായിട്ടൊരു മസാജാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ പോർസൊക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ തൈരെന്ന് പറയുന്നത്. നിങ്ങൾക്ക് തൈരിന് പകരം തൈര് അലർജിയോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പാൽ ഉപയോഗിക്കാവേ. അതും നല്ലതായിട്ട് നമ്മുടെ ക്ലെൻസ് ചെയ്യാൻ അടിപൊളിയാണ്. ഇതേ എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ടൊരു ക്ലെൻസിങ് കൊടുത്തു. നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാവേ. ഞാനിത് വാഷ് ചെയ്തു ശേഷം നമ്മൾ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് തൈരും നമ്മുടെ ഈ അരിപ്പൊടിയില്ലേ അതാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് ആവി കൊള്ളാം. സ്റ്റീമിംഗ് ആണ്. അതിന് ആയിട്ട് ഞാനൊരു ടവലിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ആവി പിടിച്ച് ഫേസിലെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം പോഴ്സൊക്കെ ഓപ്പൺ ആവുമേ. നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡ്. അല്ലെങ്കിൽ നമുക്കൊരു പുതപ്പോ ബെഡ്ഷീറ്റോ ഒക്കെ മൂടിയിട്ട് നമുക്ക് ആവി കൊടുക്കാം. അതും അടിപൊളിയാണ്. ഇങ്ങനെ ചെയ്താലും നമ്മുടെ പോർട്സൊക്കെ നന്നായിട്ട് ഓപ്പൺ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരും നമ്മുടെ ഈ പച്ചരിയിലെ അരിപ്പൊടിയുടെ പൊടിയാണ്. അതും കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊരു സ്ക്രബിങ് കൊടുക്കുകയാണ്. ഞാൻ മൈൽഡായിട്ടാണ് സ്ക്രബിങ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് തന്നെ നമുക്ക് സ്ക്രബിങ് കൊടുക്കാം. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ നെക്കിൻ്റെ പോർഷൻസിൽ ഒരിക്കലും വിട്ടു പോകരുത്. അല്ലെങ്കിൽ രണ്ട് കളറാവും. ഫേസ് ഒരു കളർ, നെക്ക് വേറൊരു കളർ, അങ്ങനെയായിരിക്കും. പിന്നെ നമ്മുടെ നെറ്റി, പിന്നെ നമ്മുടെ ഈ നോസിൻ്റെ ഏരിയാസ്, അറൗണ്ട് ദ മൗത്ത് ഏരിയാസിലൊക്കെ ആയിരിക്കും നമുക്ക് ഈ തരിതരി പോലെ കുരുക്കളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അടിപൊളിയാണ്. നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയാലും അവർ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ഹോം റെമഡീസാണ്. പെട്ടെന്ന് ചിലപ്പോൾ ഒരു 800 രൂപയോ 1000 രൂപയോ നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് നന്നായിട്ടൊന്ന് ഫേസൊക്കെ നന്നായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി റെമഡിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കൂ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതെന്തായാലും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ സ്ക്രബിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ ആ ചൂടുവെള്ളം അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ആയിട്ട് തുടച്ചു. നന്നായിട്ട് അതിപ്പം പോകുന്നുണ്ട്, ക്ലീൻ ആവുന്നുണ്ട് ഫേസ്. എന്നിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളത് നമ്മുടെ മസാജാണ് കേട്ടോ. അടുത്ത നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അതിനുവേണ്ടി തൈരും മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ എല്ലാ വീഡിയോസിലും പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്കേ അറിയാവും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും അലർജി ഉള്ള സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യണേ. എന്നിട്ട് മാത്രം, അല്ലെങ്കിൽ പുതുതായിട്ടിടുന്ന ആൾക്കാരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ ചെവിയുടെ ബാക്കിലായിട്ടോ നമ്മൾ വാച്ച് കെട്ടുന്ന ഏരിയ അവിടെ ആയിട്ടോ റിസ്റ്റിലായിട്ടോ നമുക്ക് കുറച്ച് നേരം ഇട്ട് നോക്കാം. എന്നിട്ട് ചൊറിച്ചിലോ ഇറിറ്റേഷൻസോ അങ്ങനെ ഇച്ചിങ്ങോ നമ്മൾ ചുവന്ന് അങ്ങനെ തടുത്ത് വരികയോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യാവേ. പിന്നെ ഇത് നമുക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ വീക്ക്ലി ടോയ്സ് എന്ന രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു തവണ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാക്ക് തിരഞ്ഞെടുത്തിട്ട് ഡെയിലി റൂട്ടീനായിട്ടൊക്കെ ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മസാജാണ് ചെയ്യണത്. മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ടൊരു മസാജ് കൊടുക്കുക. ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരാൾ ചെയ്തു തരുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. വീട്ടിൽ സിസ്റ്റേഴ്സോ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാം. നമ്മൾ തനിയെ ചെയ്താലും നല്ല റിസൾട്ടാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, അതുകൊണ്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ നല്ലൊരു മസാജ് തന്നെ കൊടുക്കുക. പിന്നെ ഇറുക്കി പിടിച്ചൊരു മസാജ് കൊടുക്കൽ, ജെൻറ്റിലായിട്ട് മൈൽഡായിട്ട് വേണം നമ്മൾ ഫേസിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്.
മുന്നേ ഞാൻ തൈരിൻ്റെ ഇതുപോലെ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്ത സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മഞ്ഞളാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ അതിലെന്താണ് യൂസ് ചെയ്ത് നോക്കിയിട്ട് അത് ഇട്ടിട്ട് ചെയ്യുന്നതും അടിപൊളി റിസൾട്ട് കിട്ടും. ഞാൻ വേണമെങ്കിൽ ഇവിടെ മേളിൽ ടാഗ് ചെയ്ത് കൊടുക്കാമേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളത് വേണമെങ്കിൽ കണ്ടു നോക്കൂ. പിന്നെ ഹെയർ പാക്കിൻ്റെ വീഡിയോസ് നമ്മൾ ഒത്തിരി ഇട്ടിട്ടുണ്ട്, നല്ല റിസൾട്ടാണ്. ഇനിയും ഹെയർ പാക്കിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്, നിങ്ങളെന്തായാലും മിസ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണണം. അടിപൊളി റിസൾട്ടാണ്, അമേസിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ മസാജ് കൊടുക്കാം, ജെൻറ്റിലായിട്ട് തന്നെ മസാജ് ചെയ്യുക. നെക്കിൻ്റെ പോർഷൻസ് വിട്ടു പോകരുത്. മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടാനും നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ഒരു ഇന്നർ ഗ്ലോ എന്നൊക്കെ പറയില്ലേ, അത് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഡെയിലി റൂട്ടീനായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീന് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇന്നർ ഗ്ലോ കിട്ടുന്നില്ല എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നൂലേ. അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ, അമേസിങ് റിസൾട്ടാണ്. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ബിഫോറും ആഫ്റ്ററും നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഒരു പിക്കൊക്കെ എടുത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അമേസിങ് റിസൾട്ടാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു ഫേസ് പാക്കാണ് ഇടേണ്ടത്. ഇതും കൂടി കഴിയുമ്പോൾ നമ്മുടെ ഫേസ് മസാജ് ഈ ഒരു പ്രോസസ്സ് കഴിയും കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് തൈരും നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയും റാഗി പൗഡറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം കടലമാവ് എടുക്കാം, അരിപ്പൊടി എടുക്കാം, പയറിൻ്റെ പൊടി എടുക്കാം, പിന്നെ നമ്മുടെ ഈ ഇരട്ടി മധുരം ഇല്ലേ അതിൻ്റെ പൊടി എടുക്കാം, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ആ ടവലിട്ട് തന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ആയിട്ട് തുടയ്ക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലീൻ ആവണമുണ്ട്. കഴുകിയിട്ട് ചിലയിടത്തൊക്കെ അരിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ ക്ലീൻ ആവും. പിന്നെ നിങ്ങൾ ഒരു ഉടുപ്പ് വീട്ടിൽ ഇടുന്ന ഏതെങ്കിലും ഒരു ഉടുപ്പ് ഇടാൻ വേണ്ടിയിട്ട് നോക്കണേ, ഇല്ലെങ്കിൽ കുറച്ച് ഒരു ഇതാവും കേട്ടോ, ഉടുപ്പിലൊക്കെ വീഴും. അപ്പോൾ നോക്കി വേണം, തറയിൽ വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തായാലും നോക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോം റെമഡീസാണ്, അതുകൊണ്ട് നമ്മൾ കെമിക്കലായിട്ടുള്ള ഒരു സാധനവും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീക്കിലി ഒരു 3 ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വെയിലടിക്കുമ്പോൾ ഏത് ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും നമ്മൾ പെട്ടെന്ന് ടാൻ ആവും കേട്ടോ. നമ്മളിത് ഒരു ജീവിതത്തിൽ നമ്മൾ എല്ലാ റൂട്ടീൻസും ചെയ്യുന്നത് പോലെ തന്നെ ഇത് കൊണ്ടുപോയാൽ അതിന് റിസൾട്ട് കിട്ടില്ല. കാരണം ഇടയ്ക്ക് വെച്ചിട്ട് ഞാനിതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ഫ്രഷ് ലുക്ക്, നമ്മുടെ ഒരു ഇന്നർ ഗ്ലോ, ഒരു ഫേസൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന അതൊക്കെ അങ്ങ് പോയി കേട്ടോ. സാധാരണ ഞാൻ ഡെയിലി ചെയ്യുന്ന പോലെ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ഫേസ് വാഷ് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ആ ഫേസ് കാണുമ്പോൾ നല്ലൊരു നമുക്ക് തന്നെ തോന്നില്ല, കുറച്ച് കൊള്ളാം, കുറച്ച് നീറ്റായിരിപ്പുണ്ട് എന്നൊക്കെ തോന്നില്ല. അതില്ലാതെ ഒരു ഭയങ്കര ഡള്ളായിട്ട് വെയിലൊക്കെ അടിച്ചിട്ട്, കാരണം നമ്മൾ ഈ ഹോം റെമഡീസ് മസ്റ്റായിട്ടും ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം കേട്ടോ. ഇടയ്ക്ക് മോന് വന്നു കേട്ടോ, അപ്പോൾ ഞാൻ സംസാരിക്കാതെ അവൻ പിക്ചർ വരച്ചിട്ട് വന്ന് കൊള്ളാമോ എന്ന്. അപ്പോൾ ഞാൻ അടിപൊളി എന്ന് പറഞ്ഞു വിടായിരുന്നേ. അപ്പോൾ എന്നാലും വീട്ടും പോയിരുന്നു വരയ്ക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ. അപ്പോൾ ഈ ഫേസ് പാക്ക് നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് വീണ്ടും വീണ്ടും കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മളിത് ഒരു ദിവസം ചെയ്ത് അല്ലെങ്കിൽ 2 ദിവസം ചെയ്ത് നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടാണ് വന്നത്. നമ്മുടെ പാക്ക് ഇട്ടു, ഞാനൊരു 10 മിനിറ്റ് ഇരുന്നുള്ളൂ കേട്ടോ. സീരിയസ്ലി ഗൈസ്, അമേസിങ് റിസൾട്ടാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഡ്രസ്സൊക്കെ നനഞ്ഞ കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. ലവ് യു ആൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ബിഗ് താങ്ക്സ്, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാനല്ലേ, ബൈ.